ചിക്കാഗോ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തോളം ഉയർന്ന ഒരു ഗ്ലാസ് പെന്റ്ഹൗസിന്റെ മുകളിലെ നിലയിൽ ജെയിംസ് കിങ് ഇരിക്കുകയാണ്. തുകൽ കസേരയിൽ ഒരു ഗ്ലാസ് പ്രീമിയം ബർബൺ കയ്യിൽ പിടിച്ച് അദ്ദേഹം വലിയ ജനാലകൾക്കപ്പുറം നോക്കി. പുറത്ത് സന്ധ്യാനേരത്ത് നഗരം 1000 വിളക്കുകളാൽ തിളങ്ങി, ഒരു ജീവനുള്ള മാപ്പ് പോലെ രഹസ്യങ്ങളും ജീവിതങ്ങളും നിറഞ്ഞത്. പക്ഷേ ജെയിംസിന്റെ ശ്രദ്ധ ബർബണിലോ നഗരക്കാഴ്ചയിലോ അല്ല, മറിച്ച് അവന്റെ മുന്നിലെ ലാപ്ടോപ്പ് സ്ക്രീനിലാണ്. അവിടെ കെട്ടിടത്തിന്റെ പിൻവാതിലിലെ ക്യാമറ ദൃശ്യങ്ങൾ കാണാം. രാവിലെ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റിന് എമിലി എന്ന പെൺകുട്ടി പുറത്തേക്ക് വന്നു. ഒരു ലളിതമായ ക്ലീനിംഗ് ജോലിക്കാരിയുടെ യൂണിഫോമിൽ മേലെ ഒരു സാധാരണ ജാക്കറ്റിട്ട് അവൾ വേഗം തിരിഞ്ഞുനോക്കി, പിന്നെ നടന്നകന്നു. എമിലി എപ്പോഴും നിശബ്ദയായിരുന്നു. ആരോടും കണ്ണു നോക്കി സംസാരിക്കാതെ തല കുനിച്ച് ജോലി ചെയ്യും. പക്ഷേ അവളുടെ നടത്തത്തിലോ ഭാവത്തിലോ എന്തോ ഒന്ന് ജെയിംസിനെ അസ്വസ്ഥനാക്കി. വർഷങ്ങളായി ആളുകളിലെ കള്ളങ്ങളും ഭീഷണികളും തിരിച്ചറിയാൻ പഠിച്ച ജെയിംസിന് എമിലിയിൽ ഒരു മറഞ്ഞിരിക്കുന്ന സത്യം തോന്നി. അല്ലെങ്കിൽ ആദ്യമായി തന്റെ വിലയിരുത്തലിൽ തെറ്റുപറ്റിയോ എന്നും അവൻ ചിന്തിച്ചു. ഒന്നും കാണിക്കാതെ അവൻ തന്റെ ഡ്രൈവറെ വിളിച്ചു. എമിലിയെ ശ്രദ്ധയോടെ പിന്തുടരാൻ പറഞ്ഞു. 20 മിനിറ്റിനകം ഒരു ആഡംബര ലിമൂസിൻ നനഞ്ഞ തെരുവുകളിലൂടെ പഴയ ഒരു ക്വാർട്ടറിലേക്ക് നീങ്ങി. അവിടെ പൊളിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലൂടെ എമിലി നടക്കുന്നുണ്ടായിരുന്നു. അവൾ ആത്മവിശ്വാസത്തോടെ എന്തോ പ്രധാനപ്പെട്ട കാര്യത്തിനായി ധൃതിപ്പെടുന്നതുപോലെ നടന്നു. ജെയിംസ് അവളെ പിന്തുടർന്ന് ഒരു പഴകിയ വെയർഹൌസിനടുത്തെത്തി. കെട്ടിടത്തിനു ചുറ്റും നടന്ന് ഒരു ചെറിയ ജനലിലൂടെ അവൻ നോക്കി. അവിടെ പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകളുള്ള ഒരു മുറിയിൽ ഒരു പഴയ വീൽചെയറിൽ 7 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയിരിക്കുന്നു. അവളുടെ മുഖം വിളറിയതും ക്ഷീണിച്ചതുമാണ്. എമിലി അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് ഒരു താരാട്ട് മന്ത്രിക്കുന്നു, കുഞ്ഞിനെയും സ്വയം തന്നെയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെ. എമിലിയെക്കുറിച്ച് ജെയിംസ് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അവൾ ഇടയ്ക്കിടെ സെക്യൂരിറ്റി ഗാർഡിനോടോ മറ്റ് ജോലിക്കാരോടോ കടം ചോദിക്കാറുണ്ട്. അടുത്ത മാസം തിരിച്ചുതരാം എന്ന് പറഞ്ഞ് ഒരു നാണത്തോടെ അവൾ കടം വാങ്ങും. ചില ദിവസങ്ങളിൽ ഓഫീസിന്റെ മൂലയിൽ ആരും കാണാതെ അവൾ തനിയെ ഇരുന്ന് രഹസ്യമായി കരയുന്നത് ജെയിംസ് കണ്ടിട്ടുണ്ട്. ആ കണ്ണീർ, ആ നിശബ്ദത അവന്റെ മനസ്സിൽ എന്തോ ഒരു വേദനയായി കിടന്നു. ഇപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാം വ്യക്തമായി. എമിലി തന്റെ മകൾക്കായി തന്റെ എല്ലാം നൽകി പോരാടുകയാണ്. ആ നിമിഷം ജെയിംസിന്റെ ജീവിതം മാറിമറിഞ്ഞു. അവന്റെ ബിസിനസ്, പണം, അധികാരം എല്ലാം പെട്ടെന്ന് ശൂന്യമായി തോന്നി. അവന്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു. രാത്രി മുഴുവൻ ജോലി ചെയ്ത് അവന് വിദ്യാഭ്യാസം നൽകാൻ കഷ്ടപ്പെട്ട അമ്മ. പക്ഷേ വിജയം തേടി ന്യൂയോർക്കിലേക്ക് പോയ ജെയിംസ് ആ അമ്മയെ, ആ സ്നേഹത്തെ മറന്നു. ഇപ്പോൾ എമിലിയിലും ആ കുഞ്ഞിലും അവന് തന്റെ ജീവിതത്തിന്റെ നഷ്ടപ്പെട്ട ഒരു ഭാഗം കണ്ടെത്തിയ പോലെ. പിറ്റേന്ന് രാവിലെ പെന്റ്ഹൌസിൽ ഒരു അസാധാരണ നിശബ്ദത. ജെയിംസ് വിന്റർ ഗാർഡനിലെ മേശയിലിരുന്നു. മുന്നിൽ ഒന്നുമില്ലാത്ത ഒരു കൈയെഴുത്തുകുറിപ്പ്. അതിലെഴുതിയിരുന്നു, ആ കുഞ്ഞിനെ സെന്റ് ഹെലേന ക്ലിനിക്കിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാം മുൻകൂട്ടി പണം നൽകിയിട്ടുണ്ട്. കൂടെ ഒരു പ്ലാസ്റ്റിക് കാർഡും ഡോക്ടറുടെ വിവരങ്ങളും. എമിലി എപ്പോഴും പോലെ ഓഫീസിലെത്തി, നിശബ്ദയായി, വിനയത്തോടെ. സാധാരണ അവളെ അവഗണിക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് ആദ്യമായി ഗുഡ് മോർണിംഗ് പറഞ്ഞത് അവൾ ശ്രദ്ധിച്ചില്ല. അവളുടെ മേശപ്പുറത്ത് ഒരു കവർ കിടപ്പുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ അവൾ തറയിലിരുന്നു പോയി. ഭയവും പ്രതീക്ഷയും കലർന്ന ഒരു വിറയലോടെ അവൾ ആ കുറിപ്പ് വീണ്ടും വായിച്ചു. ആരും ഒരിക്കലും അവൾക്കു വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ സത്യമാണോ എന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസത്തിനു ശേഷം എമിലി തന്റെ മകൾ മാഷയുടെ കൈപിടിച്ച് ഒരു പ്രൈവറ്റ് ക്ലിനിക്കിന്റെ ഇടനാഴിയിൽ നിന്നു. മാഷ ഇപ്പോൾ വീൽചെയറിലല്ല. ഡോക്ടർമാർ അവളുടെ രോഗം ഭേദമാകാനുള്ള സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു. ഒരു ശോഭനമായ ഭാവിയെക്കുറിച്ച് സംസാരിച്ചു. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. എമിലിയുടെ മനസ്സിൽ കടങ്ങളുടെ ഭാരവും ഒറ്റയ്ക്ക് കരഞ്ഞ രാത്രികളും ഇപ്പോൾ ഒരു വെളിച്ചത്തിനു വഴിമാറുന്നു. ആ വൈകുന്നേരം ജെയിംസ് അവരെ കാണാൻ വന്നു. സെക്യൂരിറ്റിയില്ല, ബിസിനസിന്റെ മുഖം മൂടിയില്ല, വെറും ഒരു മനുഷ്യനായി. മാഷയ്ക്കവൻ ഒരു കളിപ്പാട്ട ഡോക്ടർ കിറ്റ് കൊണ്ടുവന്നു. ആ കുഞ്ഞിന്റെ ചിരിയിൽ ഒരു പ്രകാശമുണ്ടായിരുന്നു. ആ ചിരി ജെയിംസിന് തോന്നി തന്റെ ജീവിതത്തിന്റെ നഷ്ടപ്പെട്ട ഒരു ഭാഗത്തെ തിരിച്ചുകൊണ്ടുവന്നു. മാഷയെ രക്ഷിച്ചപ്പോൾ അവൻ സ്വയം രക്ഷിക്കപ്പെടുകയായിരുന്നു. അതിനുശേഷം ജെയിംസ് പലപ്പോഴും അവരെ കാണാൻ വന്നു. മാഷയുടെ കുഞ്ഞു കഥകൾ കേട്ടു, അവളുടെ കുസൃതി ചോദ്യങ്ങൾക്ക് ചിരിച്ചു, പുസ്തകങ്ങൾ കൊണ്ടുവന്നു. എമിലിയോടൊപ്പം വേദന മാഞ്ഞുപോകുന്ന ഒരു ഭാവിയെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടു. ഒരു ദിവസം മാഷ ഒരു കുഞ്ഞു കൈയെഴുത്ത് കാർഡ് ജെയിംസിന് നൽകി. നിനക്കൊരുപാട് നന്ദി, നീ എന്റെ ഹീറോ ആണ് എന്ന് അവൾ എഴുതിയിരുന്നു. ആ വാക്കുകൾ ജെയിംസിന്റെ കണ്ണുകളെ ഈറനാക്കി. അവനിനി വെറുമൊരു ബിസിനസ്സുകാരൻ മാത്രമല്ല, സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുന്ന ഒരു മനുഷ്യനാണ്.